ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏതാനും സവിശേഷതകളാണ് നമ്മൾ പറഞ്ഞത്. ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ബോധപൂർവം അറിവോടുകൂടി അയാൾ ഉച്ചരിക്കേണ്ടത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്നതാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ഒരാളും ആരാധനക്കർഹനില്ല എന്നും, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ്. അങ്ങനെ ഒരാൾ ഉച്ചരിക്കുന്നതോടുകൂടിയാണ്, മനസ്സറിഞ്ഞ് പ്രഖ്യാപിക്കുന്നതോടുകൂടിയാണ് ഒരാൾ മുസ്ലിമായി മാറുന്നത്. ഇനി അയാളുടെ ഈമാൻ ശരിയാകണമെങ്കിൽ അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയത് കൊണ്ട് മാത്രം നമ്മുടെ ഈമാൻ പൂർണ്ണമാവുകയോ സംശുദ്ധമാവുകയോ ചെയ്യണമെന്നില്ല. എപ്പോഴാണ് ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുക എന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് ലാ യുഅ്മിനു അഹദുക്കും, ഒരാളും യഥാർത്ഥ വിശ്വാസി ആവുകയില്ല വരെ. ഏതുവരെ? ഒരാൾ നമസ്കരിച്ചു അല്ലെങ്കിൽ ആരാധനകൾ ചെയ്യുന്നു, അയാൾ ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുന്നു, വേഷവിധാനങ്ങളൊക്കെ ഇസ്ലാമികമാക്കുന്നു, കാണുമ്പോൾ സലാം പറയുന്നു, ഇവ കൊണ്ട് മാത്രം ഒരാൾ മുഅ്മിനാകണമെന്നില്ല. പിന്നെ എപ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുഅ്മിനാവുക? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകണം. മിൻ വാലിദിഹി, നമ്മുടെ പ്രിയപ്പെട്ട വാപ്പനേക്കാളും നബി വലുതാകണം. വലദിഹി, നമ്മുടെ മക്കളെക്കാളും വാപ്പാനിമാരെക്കാളും മുകളിൽ നബി നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും വലുതാകണം, മക്കളെക്കാളും. വനാസ് യജ്മഈൻ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും നബി നമ്മൾക്ക് വലുതാകണം, നബി നമ്മൾക്ക് പ്രിയപ്പെട്ടതാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആദരവും ബഹുമാനവും ഉള്ള വ്യക്തിയായി തീരണം. അപ്പോഴാണ് നമ്മൾ ചൊല്ലിയ കലിമത്തു തൗഹീദ് യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് അള്ളാഹു ഉൾക്കൊള്ളുക, നമ്മുടെ ഈമാൻ പരിപൂർണമാണ് എന്ന് അള്ളാഹു ഉൾക്കൊള്ളുക. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ മനോഹരമായ ചില അധ്യായങ്ങളുണ്ട്. അതിൽ ഉർവത്ത് ബിൻ മസ്ഊദ് അദ്ദേഹം ഖുറൈശികളോട് പറയുന്നൊരു വാക്കും, വല്ലാഹി, അല്ലാഹുവാണേ സത്യം,
ഇനി പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഹൃദയത്തോട് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരമാണ്. ലോകത്ത് റസൂലുള്ളാഹിയെയാണ് നമ്മൾ അല്ലാഹ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എങ്കിൽ ആ റസൂലുള്ളാഹിയെ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആരാണ്? പ്രവാചകനെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ആരാണ്? ഏതൊരു മുസ്ലിമായ കുട്ടിക്കും അതിന്റെ ഉത്തരം അറിയാം. അത് പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബാക്കളാണ്. ആ സഹാബാക്കളുടെ ഇഷ്ടത്തെ പറ്റിയാണ് ഉർവത്ത് ബിൻ മസ്ഊദ് അദ്ദേഹം ഖുറൈശികളോട് പറയുന്നത്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ലഖദ് വഫത്തു അലാ മുലൂകിൻ വവഫത്തു അലാ ഖൈസർ വകിസ്റ വനജാശി. ഞാൻ കിസ്റ കൈസർ രാജാക്കന്മാരെയും നജാശിയും അവരുടെ പടയാളികളെയും ലോകത്ത് ഒരുപാട് രാജാക്കന്മാരും അവരുടെ ശിങ്കിടിമാരെയും ഒക്കെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷെ വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ റഅയ്തു മലികൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബിഹി മാ യുഅല്ലിമു അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾ സഹാബാക്കിറാമുകൾ അദ്ദേഹത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത അത്ര ഒരു രാജാവിന്റെ അനുയായിയും രാജാവിനെ സ്നേഹിച്ചത് ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാരണം അവർ ജീവിതം കൊണ്ട് തെളിയിച്ചവരാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പാനേക്കാളും ഉമ്മാനേക്കാളും ഇഷ്ട നബിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവനേക്കാൾ അധികം ഇഷ്ട നബിയാണ് എന്ന് സഹാബാക്കൾ സംസാരിച്ചവരല്ല, എഴുതിയവരല്ല, മുദ്രാവാക്യം വിളിച്ചവരല്ല, ജീവിതം കൊണ്ട് അന്വർത്ഥമാക്കിയവരാണ്, ജീവിതം കൊണ്ട് ലോകത്തിന് മാതൃകയാക്കിയവരാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിക ചരിത്രത്തിലെ ആയിരക്കണക്കിന് സംഭവങ്ങൾ നമ്മൾക്ക് പറയാം. ഉഹദിന്റെ രംഗം മാത്രം എടുത്താൽ സീറയിൽ 4 സഹാബാക്കൾ പ്രവാചകനെ പ്രൊട്ടക്ട് ചെയ്ത 4 സഹാബാക്കൾ ഒന്നിച്ച് പ്രൊട്ടക്ട് ചെയ്ത സംഭവങ്ങൾ സീറയിൽ കാണാം. നോക്കൂ നിങ്ങൾ, ഉഹദിന്റെ ഒന്നാമത്തെ രംഗം മുസ്ലിമീങ്ങൾക്കായിരുന്നു വിജയം. വിജയിച്ചവർ പോകുന്നതിനിടയിലാണ് തെറ്റിദ്ധാരണകളും പരസ്പരമുള്ള ചെറിയ ചെറിയ അഭിപ്രായ എന്നാണ് പ്രവാചകന്റെ വാക്കിനെ ചെറിയ രൂപത്തിൽ അവർ എന്തിന്റെയോ പേരിൽ അനുസരിക്കാത്തതിന്റെ പേരിൽ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു അന്ന് മുശ്രിക്കുകളുടെ പടത്തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഉഹദിലാണ്, ഉഹദിന്റെ 2ാം ഘട്ടത്തിലാണ് പിന്നീട് ഇങ്ങോട്ട് ആക്രമണം ഉണ്ടായത്. ആ ആക്രമണം അവർ പ്രവാചകന് നേരെയാണ് അവർ തൊടുത്തുവിട്ടത്, എല്ലാ ആക്രമണവും. കാരണം അവർക്കറിയാം നബി മരിച്ചാൽ അതോടുകൂടി അവർക്ക് ഇസ്ലാമിനെ ഇല്ലാതെയാക്കാം എന്നാണ് അവർ വിചാരിച്ചത്. എല്ലാ അമ്പുകളും എല്ലാ വെട്ടുകളും എല്ലാ ആക്രമണങ്ങളും അവർ പ്രവാചകന്റെ നേരെയാണ് തൊടുത്തുവിട്ടത്. ആ സമയത്ത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു, അബൂ ദുജാന റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും പ്രവാചകന്റെ ശരീരത്തോട് ചേർന്നു നിന്നു. നഹ്രി വനഹ്രുക യാ റസൂലുള്ളാഹ്, റസൂലുള്ളാഹ് എന്റെ ശരീരം കഴിഞ്ഞിട്ടേ ഒരാക്രമണം നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയുള്ളൂ. ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഓരോരുത്തരും ഇങ്ങോട്ട് ആക്രമിക്കുന്നതിനെ ആയുധങ്ങൾ കൊണ്ട് പരിചകൾ കൊണ്ട് പ്രതിരോധിച്ചിട്ടും ശരീരം കൊണ്ട് അവസാനം പ്രതിരോധിക്കേണ്ടി വന്നു. അമ്പുകൾ വന്നു. ത്വൽഹ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നേരെ വരുന്ന അമ്പുകളെ ശരീരം കൊണ്ട് ഏറ്റെടുത്തു. വെട്ടുകൾ വന്നു. ദുജാന റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ നേരെ വരുന്ന വെട്ടുകളെ ശരീരം കൊണ്ട് ഏറ്റെടുക്കേണ്ടി വന്നു. അവസാനം എത്രയൊക്കെ ആക്രമണങ്ങൾ നടത്തിയിട്ടും പ്രവാചകനിലേക്ക് അവർക്ക് എത്താൻ കഴിഞ്ഞില്ല ശത്രുക്കൾക്ക്. അറിയുമോ നിങ്ങൾക്ക്, പ്രവാചകന്റെ ശരീരത്തിനോട് ചേർന്ന് നിൽക്കുമ്പോ ഓരോ അമ്പ് വന്ന് തറക്കുമ്പോഴും പ്രവാചകനെ അണച്ചു ചേർത്ത് പിടിക്കും, പ്രവാചകന്റെ മുഖത്തോട് ചേർന്ന് നിൽക്കും, പ്രവാചകനോട് ചോദിക്കും, പ്രവാചകനെ നിങ്ങൾ ഭയപ്പെടരുത്, നിങ്ങൾ വറക്കരുത്, ഞാൻ കഴിഞ്ഞിട്ടേ നിങ്ങളെ അവർക്ക് തൊടാൻ കഴിയുകയുള്ളൂ. അവസാനം ബോധരഹിതനായിട്ടാണ്, വേദനകൾക്കൊടുവിൽ ബോധരഹിതനായിട്ടാണ് ഭൂമിയിലേക്ക് വിടുന്നത്. മരിച്ചില്ല, ബോധരഹിതനായി പ്രവാചകന്റെ ശരീരത്തിലൂടെ കൈകൾ ഊന്നിറങ്ങി താഴേക്ക് വീണു. അവസാനം പ്രവാചകന് പോറലേൽക്കാതെ ഏകദേശം രക്ഷപ്പെട്ടു. ഉഹദിൽ ആ സമയത്താണ്, ഉഹദിന് ശേഷമാണ് പ്രവാചകൻ ലോക ചരിത്രത്തിൽ ഇല്ലാത്തൊരു വാക്ക് പറഞ്ഞത്, അഭിമാനമുള്ള വാക്ക്. സഹാബാക്കളോട് പറഞ്ഞ വാക്ക് എന്താ അറിയോ? മൻ അറാദ അൻ യൻദുറ ഇലാ ശഹീദിൻ, നിങ്ങൾക്കൊരു ഷഹീദിനെ കാണണമോ, നിങ്ങൾക്കൊരു ഷഹീദിനെ കാണണമോ? ആ വാക്ക് അവർക്ക് പരിചയമില്ലാത്ത വാക്കല്ല, പക്ഷെ അടുത്ത വാക്ക് പരിചയമില്ലാത്ത വാക്കാണ്. എങ്ങനെയുള്ള ഷഹീദ്? യംശി അലാ റിജ്ലൈഹി, ഇപ്പോഴും ഭൂമിയിലൂടെ 2 കാലുകൾ കൊണ്ട് നടക്കുന്ന, മരിച്ചിട്ടില്ലാത്ത
കാലുകൾ കൊണ്ട് ഭൂമിയിൽ നടക്കുന്ന ഷഹീദിനെ നിങ്ങൾക്ക് കാണണമോ? നിങ്ങൾ ത്വൽഹയിലേക്ക് നോക്കുക. ത്വൽഹ ജീവിച്ചിരിക്കുന്ന ഷഹീദാണ് എന്നാണ്. 70ഓളം ശരീരത്തിൽ മുറിവുകളേറ്റ് പ്രവാചകനെ സംരക്ഷിച്ച ത്വൽഹ റളിയല്ലാഹു അൻഹു. എന്നാൽ ആ സംരക്ഷണത്തിനൊടുവിൽ താഴേക്ക് വീഴുമ്പോഴും അവസാനം പ്രവാചകന്റെ കവിളിലേക്ക് ശത്രുക്കൾ ആണി അമ്പെയ്തു. പ്രവാചകന്റെ കവിളിലൂടെ ആണി വന്നു തറച്ചു. പ്രവാചകന് വേദന കൊണ്ട് പിടഞ്ഞു. ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. കൂടെയുണ്ടായിരുന്ന അബൂ ഉബൈദ ആമിർ ജർറാഹ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കവിളിലുള്ള ആണി പറിച്ചെടുക്കാൻ വേണ്ടി പലതുകൊണ്ടും ശ്രമിച്ചു. നടന്നില്ല. അവസാനം അദ്ദേഹം സ്വന്തം പല്ലുകൾ ആണിയിലേക്ക് ചേർത്ത് വെച്ചു. അതിശക്തമായി കടിച്ച് ആണി പുറത്തേക്കെടുത്തു. ഒന്നാമത്തെ തവണ ശക്തമായി പുറത്തേക്കെടുത്തപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മുൻനിരയിലുള്ള പല്ലിളകാൻ തുടങ്ങി. അദ്ദേഹം വീണ്ടും പറിച്ചെടുത്തു. ആ പറിച്ചെടുക്കുന്നതിനിടയിൽ ആണി പുറത്തേക്ക് പോരുകയും പല്ല് താഴേക്ക് വീഴുകയും ചെയ്തു. ആളുകൾ പിന്നീട് അദ്ദേഹത്തെ പലപ്പോഴും പറയാറുണ്ട്, നിന്റെ അബൂ ജർറാഹ്, ഇതാ നിന്റെ മുൻനിരയിലെ പല്ല് ഒന്ന് കാണാറില്ലല്ലോ. അദ്ദേഹം പറയും, എന്റെ നബിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്, എന്റെ പ്രവാചകന് വേണ്ടി ഞാൻ ചെയ്തതാണ്. പ്രവാചകന്റെ മുഖത്തേക്ക് വന്ന ആണി സ്വന്തം പല്ല് നഷ്ടമായിട്ടും പറിച്ചെടുത്ത് പ്രവാചകനെ വേദനയിൽ നിന്ന് സംരക്ഷിച്ച സഹാബാക്കൾ രക്തം ധാരധാരയായി ഒഴുകുന്നത് കണ്ടപ്പോഴാണ് പലതുകൊണ്ടും ഒപ്പിയെടുക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. രക്തം വീണ്ടും വീണ്ടും വന്നപ്പോ മാലിക് ബിൻ സിനാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകന്റെ കവിളിൽ നിന്ന് ഒഴുകുന്ന രക്തത്തെ നാവുകൊണ്ട് നക്കിത്തുടച്ച് വൃത്തിയാക്കി കൊടുത്തു. എന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ ജീവിക്കണം, ഞങ്ങൾ മരിച്ചാലും നിങ്ങൾക്ക് വേദനയുണ്ടാകരുത്. ഞങ്ങൾ വേദനിച്ചാലും നിങ്ങൾക്ക് കൈകാലുകൾ ഉണ്ടാകണം. ഞങ്ങളുടെ കാലുകൾ പോയാലും നിങ്ങൾ ഈ ലോകത്ത് പ്രകാശമായിട്ടുണ്ടാകണം. ഞങ്ങൾ അസ്തമിച്ചു പോയാലും. സഹോദരങ്ങളെ, സഹാബാക്കൾ അവർ നമ്മളെ പോലെയല്ല. വാചകം കൊണ്ട് സ്നേഹിച്ചവരല്ല, മുദ്രാവാക്യം കൊണ്ട് സ്നേഹിച്ചവരല്ല, ലേഖനങ്ങൾ കൊണ്ട് സ്നേഹിച്ചവരല്ല. ജീവിതത്തിൽ പ്രവാചകരെ തങ്ങളെക്കാളും കുടുംബത്തെക്കാളും മാതാപിതാക്കളെക്കാളും അപ്പുറം സ്നേഹിച്ചവരാണ്. ആയിരക്കണക്കിന് ചരിത്രങ്ങളാണ്. അവർക്ക് പ്രവാചകനെ ഒരാൾ നോട്ടം കൊണ്ട് പോലും ഉപദ്രവിക്കുന്നത്, കളിയാക്കുന്നവർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകനെ വിശ്വസിച്ചു എന്ന പേരിലാണ് ശത്രുക്കൾ കൊണ്ടുപോയത്. മരത്തിന്റെ കുരിശുണ്ടാക്കി. നമ്മുടെ മനസ്സിലൊന്ന് കാണണം. നമ്മൾ മരത്തിന്റെ കുരിശുണ്ടാക്കി ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അവിടെ നിർത്തി. എന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഖുബൈബേ, നിന്റെ ജീവിതത്തിലെ അവസാനത്തെ സംസാരമാണ്. ഇതാ, നീ മുഹമ്മദിൽ വിശ്വസിച്ചു എന്ന പേരിലാണ് നിന്നെ ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടി പോകുന്നത്. മരത്തിന്റെ കുരിശിൽ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് നിർത്തി, കുരിശ് പോലെ. എന്നിട്ട് വലത് കൈയിൽ ആണിയടിച്ചു പലകയോട് ചേർത്ത്. എന്തായിരിക്കും എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. കുരിശിലൂടെ രക്തം ഒഴുകി. രണ്ടാമത്തെ ഭാഗത്ത് ഇടത് കൈയിലും ആണി ചേർത്ത് വെച്ചു. ആ മരപ്പലകയോട് ചേർത്ത് വെച്ചിട്ട് രണ്ട് കൈകളിലും ആണി രക്തപങ്കിലമായി നിന്ന് വേദന കൊണ്ട് പുളയുമ്പോ അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഖുബൈബ്, ഇത് മുഴുവൻ നിനക്ക് കേൾക്കേണ്ടി വന്നത് മുഹമ്മദിനെ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ. ഞങ്ങളൊരു സമ്പത്തും നീ എടുത്തിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളൊരു പറമ്പും നീ വളച്ചു കെട്ടിയിട്ടില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ മുഹമ്മദിനെ നീ അംഗീകരിച്ചത് കൊണ്ടാണല്ലോ. ഇപ്പോഴെങ്കിലും നിന്റെ മനസ്സിന്റെ ഒരു കോണിൽ മുഹമ്മദിനെയാണ് നിനക്കു പകരം ഈ കുരിശിൽ വെച്ച് ആണി തറച്ചത് എന്ന് നീ ഒരു സെക്കൻഡെങ്കിലും നീ ആലോചിച്ചിട്ടുണ്ടാകുമല്ലോ ഖുബൈബ് എന്ന് ശത്രുക്കൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോൾ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ വാചകമുണ്ട്, നിങ്ങൾ എന്താ ഞങ്ങളെ പറ്റി കരുതിയത്? നിങ്ങളും നിങ്ങളുടെ നേതാക്കന്മാരും പോലെയാണ് ഞങ്ങളും നബിന്നോ? നിങ്ങളും നിങ്ങളുടെ ബാപ്പിമ്മി പോലെയാണ് ഞങ്ങളും ഞങ്ങളുടെ നബിന്നോ? നിങ്ങളും നിങ്ങളുടെ അനുയായികളും പോലെയാണ് ഞങ്ങളും ഞങ്ങളുടെ നബിന്നോ? അദ്ദേഹത്തിന്റെ വാക്ക്, നിങ്ങൾ എന്നെ ഘട്ടം ഘട്ടമായി ഭൂമിയിലേക്ക് മുറിച്ചിട്ടാലും കുരിശിൽ ആണിയടച്ച് അടിച്ച് രക്തം വാർന്നൊലിച്ച് ഞാൻ മരിച്ചാലും ജീവനോടുകൂടി ഭൂമിയിൽ എന്നെ കുഴിച്ചിട്ടാലും എന്റെ റസൂലുള്ളാഹിയുടെ ഒരു വിരലിന്റെ അഗ്രഭാഗത്തൊരു ആണി പോയിട്ട്
ചെറിയ ഒരു മുള്ള് തറക്കുന്നത് പോലും എനിക്ക് ആലോചിക്കാൻ വയ്യ. എന്നിട്ട് ആ ഞങ്ങളോടാണോ നിങ്ങൾ ചോദിക്കുന്നത് ഈ കുരിശിൽ എനിക്ക് പകരം മുഹമ്മദ് നബിയെ തറച്ചിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നോളൂ. പക്ഷെ എന്റെ ഹൃദയത്തിന്റെ ഒരു കോണിൽ പോലും ഇതിന്റെ പകരം മുഹമ്മദ് നബിക്ക് ഒരു ആണി പോയിട്ട് സൂചി പോലും തറക്കുന്നത് ഇഷ്ടമല്ല. സഹോദരങ്ങളെ, എന്താണ് ഈ കാണുന്നത് എന്നറിയുമോ? ലോകത്തൊരു നേതാവിനുമില്ലാത്ത അനുയായികളാണ് മുഹമ്മദ് നബിക്ക് സഹാബാക്കൾ ഉണ്ടായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ജുമഅ കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ചു പോകാൻ, ആ പോകുന്നതിനിടയിൽ നമ്മൾ കേൾക്കാൻ, സങ്കല്പിച്ചു നോക്കുക, നമ്മൾ കേൾക്കാൻ എന്നോട് പറയാൻ, മൗലവി നിങ്ങളുടെ ഭാര്യ മരിച്ചു. ഭാര്യ മരിക്ക്, അതേ മരിച്ചു, ആക്സിഡന്റിലാണ്. മക്കളോ? പറയാൻ വിഷമുണ്ട് മൗലവി, മക്കളും കൂടെ മരിച്ചിട്ടുണ്ട്, പാപ്പി മരിച്ചിട്ടുണ്ട്. മൗലവി നിങ്ങൾ വീട്ടിൽ ഒറ്റക്കാണ് എന്ന് ഞാൻ കേട്ടാൽ, സഹോദരങ്ങളെ, ബോധം കെട്ട് താഴേക്ക് വീഴൂലേ? ബോധം കെട്ട് നമ്മൾ താഴേക്ക് വീഴൂലേ? യുദ്ധം കഴിഞ്ഞ് സഹാബാക്കൾ തിരിച്ചു വരികയാണ്. അൻസാരികളിൽപ്പെട്ട സഹോദരി ഖൻസാ റളിയല്ലാഹു അൻഹയാണ് എന്ന് റിപ്പോർട്ടുണ്ട്. അല്ലാഹു അലം. ആ സഹോദരിയുടെ ഉപ്പ യുദ്ധത്തിൽ മരിച്ചു, ഭർത്താവ് യുദ്ധത്തിൽ മരിച്ചു, സഹോദരനും കുട്ടിയും മരിച്ചു. ഒരു കുടുംബത്തിലെ ബാപ്പയുടെ മരണം, ഭർത്താവിന്റെ മരണം, മകന്റെ മരണം, സഹോദരന്റെ മരണം, ഓരോരുത്തരുടെയും മരണം. സഹാബാക്കൾ സഹാബി വനിതയായ അൻസാരിയായ സഹാബി വനിതയോട് പറയാൻ, ബാപ്പ മരിച്ചിട്ടോ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ണുകൾ തുടക്കും. എന്നിട്ട് ചോദിക്കും, നബി എവിടെ? നബിക്ക് വല്ലതും പറ്റിയോ? കുട്ടി മരിച്ചിട്ടോ, ഹൃദയം പൊട്ടിക്കലയും. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഞാൻ അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രാർത്ഥിക്കട്ടെ. നബിക്ക് എന്താ പറ്റിയത്? 4 പേരും മരിച്ചു എന്ന് പറയുമ്പോഴും ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവസാനം ചോദിക്കുന്ന ചോദ്യം, നബിക്ക് എന്താണ് പറ്റിയത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കൊന്നും പറ്റിയില്ല എന്ന് പറയുമ്പോ ശുക്രിന്റെ സുജൂദ് ചെയ്ത് അടുത്ത വാക്കെന്താ അറിയോ? കുല്ലു മുസീബത്തിൻ ബഅദക ജലൻ യാ റസൂലുള്ളാഹ്. റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട്, റസൂലുള്ളാഹ്, താങ്കളുടെ നഷ്ടത്തെക്കാൾ വലിയ നഷ്ടം ഈ ലോകത്ത് എനിക്കൊന്നുമില്ല. താങ്കൾ പോയില്ലല്ലോ, ബാക്കിയുള്ളത് ഞാൻ ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗത്തിൽ അവരെ കണ്ടെത്താൻ വേണ്ടി ഞാൻ അധ്വാനിക്കാം. നിങ്ങൾ ഈ ദുനിയാവിലുണ്ടല്ലോ. ഇതുപോലെ പ്രവാചകനെ സ്നേഹിച്ച ഒരാൾ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന കൂട്ടരെ, ഇതുപോലെ ഒരു നേതാവിനെ സ്നേഹിച്ച അനുയായികൾ ലോക ചരിത്രത്തിലുണ്ട കൂട്ടരെ, ഇതുപോലെ പ്രവാചകനെ സ്നേഹിച്ച ഒരു വിഭാഗം ഏതെങ്കിലും ഒരാളുടെ കഥയിലോ ലേഖനത്തിലോ ഉണ്ട കൂട്ടരെ, ഇത് കഥയും ലേഖനവുമല്ല, ഇത് ജീവിച്ച സഹാബാക്കളാണ്. അതുകൊണ്ടാണ് അല്ലാഹു അവരെ കുറിച്ച് റളിയല്ലാഹു അൻഹും വറളു അൻ, അവർ അല്ലാഹു തൃപ്തിപ്പെട്ടു എന്ന് പറയാൻ കാരണം, സഹോദരങ്ങളെ, അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? നബിന്റെ കൂടെ സ്വർഗത്ത് പോകുക. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നബിയുടെ കൂടെ സ്വർഗത്ത് പോകുക. ഈ ദുനിയാവിൽ നബിയുടെ കൂടെ ജീവിച്ചു, അതുപോലെ സ്വർഗത്തിൽ എത്തിപ്പെടണം. സഹാബി മെലിഞ്ഞൊട്ടി. നബി ചോദിച്ചു, എന്തേ പറ്റിയത്? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹ്, എനിക്ക് ഉറക്കം ഇല്ല. എന്തേ? റസൂൽ തങ്ങൾ കഴിഞ്ഞ മാസം മദീന പള്ളിയിൽ ക്ലാസ് എടുത്തില്ലേ? ഈ ജന്നത്തി മിഅത്തു ദറജ, സ്വർഗത്തിൽ 100 കണക്കിന് തട്ടുകളുണ്ട്. അഫ്ദലുഹാ, അതിലേറ്റവും ഉന്നതമായ തട്ട് ഈ മുജാഹിദീന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ശുഹദാക്കളായവർക്കാണ്. അതിന്റെ മുകളിലാണ് പ്രവാചകരെ താങ്കളുള്ളത്. എന്റെ ആഗ്രഹം, നബിയെ, എങ്ങനെയെങ്കിലും സ്വർഗം കിട്ടുന്നതോടൊപ്പം നിങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ എന്റെ അമലുകൾ കൊണ്ട് പോരല്ലോ. അതാലോചിച്ച് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. സ്വർഗം കിട്ടിയാൽ പോരെ നബിയെ, നിങ്ങളെ കാണാൻ വീണ്ടും അതേ സ്വർഗത്തിൽ താങ്കളുടെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖിറു അസ്സുജൂദ്, നീ നിസ്കാരം, സുന്നത്ത് നിസ്കാരം, ആരാധനകൾ നീ വർദ്ധിപ്പിക്കണം. ഓരോ സഹാബാക്കൾ നബിയുടെ അടുക്കലേക്ക് വരും, നബിയെ, നിങ്ങളെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ, നിങ്ങളെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാധനകൾ പഠിപ്പിച്ചു കൊടുക്കും, ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കും, ഇബാദത്തുകൾ പഠിപ്പിച്ചു കൊടുക്കും. അവർ സുന്നത്തും ഫർളും ഇസ്ലാമികമായ പുണ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും. സംശയമുള്ള കാര്യങ്ങൾ പോലും അവർ ഒഴിവാക്കും. ഹറാമായി മാറുമോ, അതുവഴി നരകത്തിലേക്ക് പോകുമോ, നബിയുടെ കൂടെ സ്വർഗത്തിലെത്താതിരിക്കുമോ, എല്ലാ നന്മകളിലും അവർ മുന്നേറി. എല്ലാ ഹറാമുകളിലും സംശയങ്ങളിൽ നിന്ന് പോലും അവർ മാറി നിന്നു. പ്രവാചകൻ അവരോട് പറഞ്ഞു,
അസ്സാബിഖൂൻ, നിങ്ങൾ മുൻകടക്കണം. ബാദിറു, നിങ്ങൾ മുന്നേറണം. എന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ നിങ്ങൾ നന്നായി പരിശ്രമിക്കണം. അങ്ങനെ ജീവിച്ച അവരുടെ ജീവിതത്തിലേക്ക് മുഹറം മാസം വന്നു. അവർ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പ് നോറ്റു. അവരുടെ ജീവിതത്തിലേക്ക് ദുൽഹിജ്ജ മാസം വന്നു. അവർ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ആരാധനകൾ കൊണ്ട് സജീവമാക്കി. അവരുടെ ജീവിതത്തിലേക്ക് ജുമുഅ വന്നു. അവർ ഇസ്ലാമികമായി കുളിച്ചു വൃത്തിയായി കഹ്ഫോദി ജുമുഅക്ക് നേരത്തെ വന്ന് പ്രവാചകന്റെ ഖുത്ബ കേട്ട് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിന് വേണ്ടി തയ്യാറായി. അവരുടെ ജീവിതത്തിലേക്ക് റമദാൻ വന്നു. നോമ്പനുഷ്ഠിച്ചു, ഖുർആൻ ഓതി, ഇഅ്തികാഫിരുന്നു, സദഖകൾ വർദ്ധിപ്പിച്ചു. ജീവിതത്തിന്റെ എല്ലാ ഇബാദത്തുകളും ചെയ്ത് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അവർ തയ്യാറായിരുന്നു. അവർക്കിടയിൽ ഗ്രഹണം ബാധിച്ചു. ഗ്രഹ നമസ്കാരത്തിൽ അവർ മുന്നോട്ട് പോയി. എന്നിട്ട് പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി അവർ അധ്വാനിച്ചു. അവിടെ നാട്ടിൽ മഴ പെയ്തു, വരൾച്ചയുണ്ടായി. മഴയ്ക്ക് വേണ്ടി പ്രവാചകന്റെ സുന്നത്ത് പിൻപറ്റി നമസ്കാരം നിർവഹിച്ചു. പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അവർ തയ്യാറായി. അതേ അവരുടെ ജീവിതത്തിൽ റബീഉൽ അവ്വൽ വന്നു. അവർ ഒരു പള്ളിയും അലങ്കരിച്ചില്ല, ഒരു ദഫും അവർ മുട്ടിയില്ല, ഒരു കാരക്കയും അവർ വിതരണം ചെയ്തില്ല. മക്കളെ കൂട്ടി നമ്മൾക്ക് നബിചരിത്രം പറയാമെന്ന് പറഞ്ഞില്ല. ഏതെങ്കിലും ഒരു ദിവസം പള്ളിയിൽ കൂടി ഒരു ഹൽക്ക നടത്താമെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയത്തോടാണ് ചോദിക്കേണ്ടത്. വെള്ളിയാഴ്ച പള്ളിയിലേക്ക് നേരത്തെ വന്നവർ, ദുൽഹിജ്ജ മാസത്തെ ആദ്യത്തെ 10 ദിവസം സജീവമാക്കിയവർ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും കഴിവിന്റെ പരമാവധി നോമ്പെടുത്തവർ, എല്ലാ മാസവും 13, 14, 15 അരമാസങ്ങളുടെ നോമ്പ് നഷ്ടപ്പെടാതെ നബിയുടെ കൂടെ സ്വർഗത്തിന് വേണ്ടി മത്സരിച്ചവർ, ഒരു സുന്നത്ത് പോലും ജീവിതത്തിൽ ഒഴിവാകരുത് എന്ന് ആഗ്രഹിച്ചവർ, നബി നടന്നിടത്തുകൂടെ നടക്കുന്നത് പ്രത്യേക പുണ്യമല്ലെങ്കിലും നബിയോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ നടക്കാമല്ലോ എന്ന് വിചാരിച്ചവർ, നബി കുമ്പിട്ട ഭാഗത്ത് സുന്നത്തല്ലെങ്കിലും ഒന്ന് കുമ്പിട്ട് നോക്കാം എന്ന് വിചാരിച്ചവർ, റബീഉൽ അവ്വൽ വന്നപ്പോ ഒരു കാരക്ക പ്രത്യേകമായി കൊടുത്തില്ല, പള്ളി അലങ്കരിച്ചില്ല, ദഫ്മുട്ടിയില്ല, പാട്ട് നടത്തിയില്ല, കുട്ടികളുടെ പ്രോഗ്രാം വെച്ചില്ല, അന്നദാനം നടത്തിയില്ല, മദീന പള്ളിയിൽ പ്രവാചകന്റെ പ്രകീർത്തനം വെച്ചില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ഒറ്റ കാര്യമുള്ളൂ. ജുമുഅയും ദുൽഹിജ്ജയും മുഹറമും തിങ്കളാഴ്ച നോമ്പും വ്യാഴാഴ്ച നോമ്പും അയ്യാമുൽ ബീദും മുഴുവനും സ്വർഗം കിട്ടുന്ന കാര്യമായി അല്ലാഹുവിൽ നിന്നും പ്രവാചകനിൽ നിന്നും അവർക്ക് ദീനായി അവർക്ക് കിട്ടിയതാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന കാര്യമായി പഠിച്ചതാണ്. ആ കൂട്ടത്തിൽ റബീഉൽ അവ്വലിലെ പ്രവാചകന്റെ ജന്മദിനം അല്ലാഹുവിൽ നിന്നോ പ്രവാചകനിൽ നിന്നോ അവർ കേട്ടില്ല, അറിഞ്ഞില്ല, പരിചയപ്പെട്ടില്ല. അവരുടെ ജീവിതത്തിൽ പോലും അവർ കേട്ടിട്ട് പോലുമില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്താദ്യമായി പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവർ മുന്നിൽ നിന്ന് നടത്തുമായിരുന്നു. ഇത് അവരിന്ന് വരെ കണ്ടില്ല. 114 അധ്യായമുള്ള പരിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം ആയത്തുകളിൽ ഒരൊറ്റ ആയത്തിൽ പോലും അവർ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശം അവരോ നമ്മളോ കണ്ടില്ല. പരിശുദ്ധ ഖുർആനിൽ എട്ടുകാലിയെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആനയെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കിടങ്ങുകളെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സ്വർഗനരകങ്ങളിലേക്ക് പ്രവേശിക്കുന്ന അമലുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതേ ഖുർആനിൽ മീലാദുൻ നബി എന്നോ റബീഉൽ അവ്വലിന്റെ പ്രത്യേകതയെന്നോ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു ആയത്ത് പോലും ഖുർആനിന്റെ 6000 ചില്ലാനം ആയത്തിൽ സഹാബാക്കളും കണ്ടില്ല, നമ്മളും കണ്ടില്ല. പ്രവാചകൻ 23 കൊല്ലമാണ് ജീവിച്ചത് പ്രവാചകനായിട്ട്. ആ 23 കൊല്ലത്തിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ചതിൽ ഒരു തവണ പോലും നബി 22 റബീഉൽ അവ്വൽ കഴിഞ്ഞതിൽ ഒരു തവണ പോലും പ്രവാചകൻ ഇന്നട എന്റെ ജീവിതത്തിലെ മീലാദുൻ നബിയാണ്, ഞാൻ ജനിച്ച ദിവസമാണ്, അതുകൊണ്ട് പള്ളിയിലേക്കൊന്ന് മഗ്‌രിബിന് ശേഷം വരണം, എല്ലാവർക്കും എന്റെ വീട്ടുകാരുടെ വക ചെറിയ ഏതെങ്കിലും ഒരു പാനീയമുണ്ട് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ ഹദീസ് ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ ഇസ്ലാമികമായി തെളിവാകുമായിരുന്നു, ആഘോഷിക്കാമായിരുന്നു. ഒരു സംശയമല്ല.
ലക്ഷക്കണക്കിന് ഹദീസുണ്ട്. ആ ഹദീസുകളിൽ ബാബു ഫളിലു യൗമുൽ ജുമുഅ, ജുമുഅയുടെ ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. പെരുന്നാളിന്റെ ശ്രേഷ്ഠതകൾ എന്ന് പറയുന്ന അധ്യായമുണ്ട്. മുഹറത്തിന്റെ ശ്രേഷ്ഠതകൾ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. ബാബു ഫളിലു ആയിഷ, ആയിഷ ബിവിയുടെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും ശ്രേഷ്ഠതകൾ പറയുന്ന അധ്യായമുണ്ട്. ലോക ചരിത്രത്തിൽ ഒരൊറ്റ ഹദീസ് ഗ്രന്ഥത്തിലും ബാബു ഫളിലു റബീഉൽ അവ്വൽ എന്നോ ബാബു ഫളിലു മീലാദുൻ നബി എന്നോ മീലാദുൻ നബിയുടെ ശ്രേഷ്ഠത എന്നോ റബീഉൽ അവ്വലിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ അധ്യായം ലക്ഷക്കണക്കിന് ഹദീസുകളിൽ ഒരൊറ്റ ഹദീസിൽ പോലുമില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മളോട് ആലോചിക്കേണ്ടതാണ്. നോക്കൂ നിങ്ങൾ, പെരുന്നാളിന് എങ്ങനെ വരണം? പെരുന്നാളിന് എങ്ങനെ വരണം? നമ്മൾ പറയും ചെറുപെരുന്നാളിന് ചെറുഭക്ഷണം കഴിച്ചു വരുന്നത് സുന്നത്താണ്. അതെവിടെ നിന്ന് കിട്ടിയതാണ്? ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. പുതുവസ്ത്രം ധരിക്കൽ സുന്നത്താണ്, ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. പെരുന്നാൾ നമസ്കാരം ആദ്യം നടത്തേണ്ട നമസ്കാരമാണ്, പിന്നീടാണ് ഖുത്ബ. എവിടെ നിന്ന് കിട്ടിയതാണ്? ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. പെരുന്നാൾ വരുമ്പോൾ 2 വഴികൾ സ്വീകരിച്ചു വരുന്നത് സുന്നത്താണ്. എവിടെ നിന്ന് കിട്ടിയതാണ്? ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിൽ വരുമ്പോൾ ഏറ്റവും മാന്യമായി വിനയാന്വിതരായി വരണം. ആഡംബരങ്ങൾ സ്വീകരിക്കരുത്. എവിടെ നിന്ന് കിട്ടിയതാണ്? ഹദീസിൽ നിന്ന് കിട്ടിയതാണ്. അല്ലേ? എങ്കിൽ അതേ ഹദീസ് പ്രകാരം റബീഉൽ അവ്വൽ എങ്ങനെയാണ് പള്ളിയിലേക്ക് വരേണ്ടത്? റബീഉൽ അവ്വൽ എങ്ങനെയാണ് തത്തുമുട്ടേണ്ടത്? റബീഉൽ അവ്വൽ എങ്ങനെയാണ് പള്ളി അലങ്കരിക്കേണ്ടത്? റബീഉൽ അവ്വൽ എന്താണ് പ്രവാചകന്റെ സുന്നത്ത്? അരക്കട്ടം ഹദീസ് ദുനിയാവിലില്ല. എന്തുകൊണ്ട്? അത് അല്ലാഹുവിന്റെ ദീനിൽ പഠിപ്പിക്കാത്തത് കൊണ്ട്, ഇല്ലാത്തത് കൊണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കു ശേഷം മതത്തിൽ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ വരും. ആ അഭിപ്രായങ്ങൾ വരുമ്പോൾ നമ്മളോട് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു, അലൈക്കും ബിസുന്നത്തി വസുന്നത്തുൽ ഖുലഫാഉർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ ചര്യ നോക്കുക, അതിലുണ്ടോ? നമ്മൾ നോക്കി, അതിലില്ല. രണ്ടാമത് എവിടെ നോക്കേണ്ടത്? ഖുലഫാഉർ റാഷിദീങ്ങളിൽ 4 പേരുടെ ചര്യ നോക്കുക. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സുന്ദരമായ ഭരണം കാഴ്ചവെച്ച ഖുലഫാഉർ റാഷിദീങ്ങൾ 29 വർഷമാണ് ടോട്ടൽ ഭരിച്ചത്. 2.5 വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 വർഷം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു, 12 വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, 5 വർഷം അലി റളിയല്ലാഹു അൻഹു. ഏതെങ്കിലും ഒരു ഭരണകാലത്ത് 29 കൊല്ലത്തിന് ശേഷം ഒരു റബീഉൽ അവ്വലിന് മദീന പള്ളിയിൽ വന്ന സഹാബാക്കളോട് പ്രത്യേക നോട്ടീസ് ഒന്നും ഒട്ടിക്കാതെ റബീഉൽ അവ്വൽ 12-ന് നിസ്കാര ശേഷം തിരിഞ്ഞിരുന്നിട്ട് നമുക്കിന്ന് നബിയെ കുറിച്ച് 2-3 ക്ലാസ് എടുക്കണം, നബി ജനിച്ച ദിവസമല്ലേ എന്തെങ്കിലും പറഞ്ഞ ഒരു ദുർബലമായ ഹദീസ് ഇസ്ലാമിക ചരിത്രത്തിലില്ല. പ്രവാചകന്റെ ഫാത്തിമ, ആയിഷ റളിയല്ലാഹു അൻഹ അടക്കം പ്രവാചകന്റെ മക്കൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള ഒരാളും ഇതുമായി ബന്ധപ്പെട്ട പ്രവാചകന്റെ ജന്മദിനം അറിഞ്ഞിട്ട് പോലുമില്ല. എന്തിനേറെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീൻ 10 സഹാബാക്കൾ, ത്വൽഹ റളിയല്ലാഹു അൻഹു അടക്കം, സുബൈർ റളിയല്ലാഹു അൻഹു അടക്കം, അബൂ ഉബൈദത്തുൽ ജർറാഹ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള 10 ആളുകളെ ഇവർ സ്വർഗത്തിലാണ്. ആരാധനകൾ കൊണ്ട്, സൽക്കർമ്മങ്ങളിൽ മുന്നേറിയത് കൊണ്ട്, നബിയെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിയത് കൊണ്ട് അവർ അല്ലാഹു ഇഷ്ടപ്പെട്ട് ദുനിയാവിൽ വെച്ച് തന്നെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ. ഒരാള് പോലും പ്രവാചകന്റെ ജന്മദിനം അറിഞ്ഞിട്ട് പോലുമില്ല, ആഘോഷിച്ചിട്ട് പോലുമില്ല. നമ്മുടെ നാട്ടില് മഹാഭൂരിപക്ഷം ആളുകളും ഞങ്ങൾ മദ്ഹബിന്റെ ഇമാമുകളാണ്, അവരെയാണ് പിൻപറ്റുന്നവരല്ലേ. സഹോദരങ്ങളെ, ഇതൊരു ഖുത്ബക്കപ്പുറം നാട്ടിൽ സംസാരിക്കുന്ന സാധാരണക്കാരായ നിഷ്കളങ്കരായ മനുഷ്യരോട് നിങ്ങൾ ചോദിച്ചു നോക്കി. ഒരുപാട് മദ്ഹബുകളുണ്ട്. എങ്കിലും ഷാഫി ഇമാം, ഹനഫി ഇമാം, മാലിക്കി ഇമാം, ഹംബലി ഇമാം, അവർ എല്ലാവരും കൂടി 100 കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ഇമാമിന്റെ ഗ്രന്ഥത്തിൽ പ്രവാചകന്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കി. ഇല്ല എന്നതാണ് സത്യം. ഇല്ല എന്നതാണ്. പരിശുദ്ധ ഖുർആനിലെ 47-ാം അധ്യായത്തിന്റെ പേരെന്താണ്? സൂറത്തു മുഹമ്മദ്. മുഹമ്മദിനെ നബിയെ പറ്റി ഒരു അധ്യായമുണ്ട് ഖുർആനിൽ. 38 ആയത്തുണ്ട്. ആ അധ്യായത്തിലെങ്കിലും 2 പെരുന്നാളിനേക്കാൾ ശ്രേഷ്ഠതയുള്ള
ലൈലത്തുൽ ഖദറിനേക്കാൾ ശ്രേഷ്ഠതയുള്ള പ്രവാചക സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് എന്ന് അങ്ങാടി പോസ്റ്ററുകളും സ്റ്റിക്കറുകളും ഒട്ടിക്കുന്ന സാധുക്കളായ മനുഷ്യരോട് ചോദിക്കും, ആ ഒരു അധ്യായത്തിലെങ്കിലും അല്ലാഹ് പറയണ്ടേ? പെരുന്നാളിനെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞു, റമദാനിനെ കുറിച്ച് പറഞ്ഞു, ജുമുഅയെ കുറിച്ച് പറഞ്ഞു, പുണ്യങ്ങളെ കുറിച്ച് പറഞ്ഞു. റബീഉൽ അവ്വലിനോ ജന്മദിനമോ പറഞ്ഞില്ല. ദീനിലില്ലാത്തത് കൊണ്ടാണ് പറയാത്തത്. അവസാനിപ്പിക്കാൻ ലക്ഷക്കണക്കിന് ഹദീത്ത് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ അസ്സിഹാഹു സിത്ത ഏറ്റവും മുൻപിലുള്ള 6 ഹദീത്ത് പണ്ഡിതന്മാരാണ്. ഇമാം ബുഖാരി, മുസ്ലിം, തിർമിദി, ഇബ്നു മാജ, അബൂ ദാവൂദ്, നസായി റളിയല്ലാഹു അൻഹും. 6 അസ്സിഹാഹു സിത്തയുടെ ഗ്രന്ഥമുണ്ട് കേരളത്തിൽ. മലയാളത്തിലെ പരിഭാഷയുണ്ട്. ഒരൊറ്റ ഹദീത്തിന്റെ ഭാഗത്ത് പോലും പ്രവാചകന്റെ ജന്മദിനമോ ആഘോഷിച്ചതോ വേണ്ട കൂട്ടരെ ഒരു കാലക്ക 4ആയി ചീന്തി അതിലൊരു ഇതളെടുത്ത് അതിലൊരു ഭാഗമെടുത്ത് ഇന്ന് നമ്മുടെ നബി ജനിച്ചതല്ലേ എന്ന് പറഞ്ഞൊരു സഹാബി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അതെങ്കിലും നമ്മൾക്കൊന്ന് മാതൃകയാക്കാമായിരുന്നു. ഒരു ചെറിയ മാതൃക പോലും ഇല്ലാത്ത ഒരു കാര്യം പിന്നീട് ഫാത്തിമിയാക്കളിലൂടെ ഷിയാക്കൾ കൊണ്ടുവന്ന ആചാരമാണ്. അതുകൊണ്ടാണ് അസുൽ മൗലിദ് ബിദ്അത്ത്. നമ്മുടെ നാട്ടിൽ കാണുന്ന നബിദിനാഘോഷത്തിന്റെ ബേസ് നബിയുടെ ജീവനക്കാളികൾ സ്നേഹിച്ച സഹാബാക്കൾക്കോ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അശറത്തുൽ മുബശ്ശിരീനോ നബി കുടുംബത്തിനോ ഖുർആനിനോ ഹദീസിനോ മുൻഗാമികളായ 3 തലമുറക്കോ അറിയാത്ത പുത്തനാചാരമാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിന സലഫ് സ്വാലിഹ് മിൻ ഖുറൂനി തലാത്ത. ആദ്യത്തെ 3 ഉത്തമ നൂറ്റാണ്ടുകളിൽ ഒരാൾക്ക് പോലും അറിയാത്തതാണിത്. ഇതറിയാത്തതാണ്. ആ ഒരു ആഘോഷത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നത് മുഴുവനും നമ്മൾ എന്തു ചെയ്യണം എന്ന് പ്രവാചകൻ പറഞ്ഞു തന്നു. മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. നമ്മുടെ മതത്തിലില്ല എന്ന് നിങ്ങൾക്കൊരു കാര്യം ബോധ്യപ്പെട്ടാൽ നാട്ടിലും മഹല്ലിലും അങ്ങാടിയിലും ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിലും നടന്നു എന്ന് വന്നാലും ഫഹുവ റദ്ദ്. മുഅ്മിനാണോ മുസ്ലിമാനോ നബിയെ സ്നേഹിക്കൽ, നബിയുടെ പാത പിൻപറ്റുക മാത്രമല്ല നബി നിരോധിച്ച ബിദ്അത്തിനെ ഒഴിവാക്കിക്കൊണ്ടുകൂടിയാണ്. അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എന്നോട് ഓരോരുത്തരും ഉണർത്തുകയും സഹോദരങ്ങൾ, ഈ വിഷയത്തിൽ 2 കാര്യങ്ങൾ നമ്മുടെ അങ്ങാടികളിലൊക്കെ ചർച്ചയുണ്ടാകുന്ന 2 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന്, ചിലപ്പോ നിഷ്കളങ്കരായ നല്ല ആൾക്കാരൊക്കെ അവരിങ്ങനെ പറയും, നമ്മളിങ്ങനെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആകാം, നാട്ടിലുള്ള സാധാരണ മനുഷ്യന്മാരായ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിൽ അവിടുത്തെ വാപ്പിയമ്മയാകാം, നമ്മൾ കൊണ്ടുവന്ന ഭാര്യമാരുടെ കുടുംബക്കാരാകാം, ആരുമാകാം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവര് നമ്മളോട് നിഷ്കളങ്കമായി ചോദിക്കുന്ന സംഗതിയാണ്. ഒരു റബീഉൽ അവ്വലിന്റെ സമയത്ത് ഇങ്ങനെ നടത്തുന്ന ഒരു ദഫ് മുട്ടി. സത്യത്തിൽ അതിൽ എന്താണ് പ്രശ്നം? ഒരു പ്രവാചകന്റെ പ്രകീർത്തന പ്രശ്നമാണ്, അല്ലെങ്കിൽ കാരക്ക കൊടുക്കുക എന്നുള്ള പ്രശ്നമാണ്, മുട്ടായിക്ക് എന്താണ് പ്രശ്നം, ദഫിന് എന്താണ് പ്രശ്നം, മൈക്കിൽ കൂടെ പ്രവാചകന്റെ ശ്രേഷ്ഠതകൾ പറയുന്നത് എന്താണ് പ്രശ്നം? നമ്മളെ ആ ചോദ്യത്തിൽ സാധാരണക്കാർ അതിനൊന്നും കുഴപ്പമില്ലെങ്കിൽ പിന്നെന്താണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. മതം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയേണ്ടതല്ല. ഉദാഹരണമായിട്ട് പറയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചെല്ലണ്ടേ? ചൊല്ലുന്നവന് 10 സ്വലാത്ത് കിട്ടിയില്ലേ? കിട്ടും. ചൊല്ലാത്തവനെ അള്ളാഹു ശപിച്ചിട്ടില്ലേ? ശപിച്ചിട്ടുണ്ട്. ഉറപ്പല്ലേ? ആണ്. മുസ്ലിമീങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ല. നമ്മളെ പള്ളിക്കുന്ന ബാങ്ക് കൊടുക്കണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അടുത്തത് നമ്മുടെ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉടനെ ഉറക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മൈക്കയിലൂടെ പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്താണ്? നമ്മൾ ആദ്യം തെറ്റി പറഞ്ഞതാണോ എന്ന് ആലോചിക്കും. വീണ്ടും പറഞ്ഞാൽ നമ്മൾ പള്ളിക്ക് വരും, ഇതെന്ത് ബാങ്കാണെന്ന് വരും. അപ്പൊ അദ്ദേഹം പറയണം, നബിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചെല്ലണ്ടേ? ചൊല്ലിയിട്ടില്ലെങ്കിൽ അള്ളാന്റെ ശാപം ഉണ്ടാവില്ലേ? ഞാൻ ഇപ്പോൾ പറഞ്ഞത് അശ്ഹദു അന്ന മുഹമ്മദൻ
എന്നല്ലേ, പിന്നെന്താ സ്വലാത്ത് ചൊല്ലിക്കൂടെ? അതിന്റെ ഉത്തരം എന്താ? സ്വലാത്തിന്റെ പുണ്യം പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ചൊല്ലാത്തതിന്റെ തെറ്റ് പഠിപ്പിച്ച റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ പഠിപ്പിച്ചിട്ട് പറഞ്ഞു, ബാങ്കിൽ പ്രവാചകന്റെ പേര് പറയുമ്പോൾ സ്വലാത്ത് ചൊല്ലണ്ട കേട്ടോ. കഴിഞ്ഞു. മതവിധി അതാണ്. ഇവിടെ ചൊല്ലണില്ലേ? ഇവിടെ ചൊല്ലിയ എന്താ കുഴപ്പം എന്ന് ചോദിക്കാൻ മതത്തിൽ പാടില്ല. പാടില്ല. ഒന്നുകൂടി പറയാം, മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ പുണ്യല്ലേ കൂട്ടായിട്ട് നിസ്കരിക്കുന്നത്? 27 ഇരട്ടി പുണ്യല്ലേ? ആർക്കെങ്കിലും സംശയമുണ്ട്? ശ്രമണില്ല. അപ്പൊ നമ്മൾ ജുമാ കഴിഞ്ഞു. ജുമാക്ക് ശേഷം നിസ്കാരം ഒന്നിച്ച് നിർവഹിക്കുന്നു. അതിനുശേഷം നമ്മൾ സുന്നത്ത് ഒറ്റും തെറ്റിങ്ങനെ നിസ്കരിക്കും. ഒരാൾ നീച്ചിട്ട് മൗലവി സുന്നത്ത് നിസ്കാരം അവിടെ ഇവിടെ ഒറ്റക്കൊറ്റ നിസ്കരിക്കണ്ട, നമുക്ക് അതും കൂടി ഒന്നായിട്ട് ജമാഅത്തായി നിസ്കരിക്കൂടെ, അതിനൊരു 27 ഇരട്ടി പുണ്യം കൂടി നമുക്ക് കിട്ടിക്കൂടെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എന്താ? കൂട്ടരെ 27 ഇരട്ടി പുണ്യം പഠിപ്പിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമാഅയുടെ നിസ്കാരം ജമാഅത്തായിട്ടും അതിനുശേഷമുള്ള നിസ്കാരം സുന്നത്ത് നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കാനാണ് പഠിപ്പിച്ചത്. ഇതിനപ്പുറം ചോദ്യമല്ല. ഏതൊരു നിസ്കാരത്തിലും ബാങ്ക് ഇഖാമത്തുല്ലേ ഉണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ നിൽക്കുകയാണ്, ഒരാളൊക്കെ ബാങ്ക് കൊടുത്തു, നമ്മളെന്താ പറയാ? ബാങ്ക് കൊടുക്കാൻ പാടില്ല. അപ്പൊ അയാൾ തിരിച്ചു വയ്ക്കാണ്, ബാങ്കിൽ എന്താ ഈ കുറ്റം? അല്ലാഹു അക്ബർ അക്ബർ അതിലെന്താ തെറ്റ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താ തെറ്റ്? റുക്കൂഇൽ എന്താണ്? അല്ലെങ്കിൽ അതിന്റെ ബാക്കി ഭാഗങ്ങൾ എന്താ തെറ്റ്? സഹോദരങ്ങളെ, ഒരാൾ പെരുന്നാൾക്ക് പള്ളിക്കൊക്കെ വരാണ്, ഈദ്ഗാഹിലേക്ക് വരാണ്, അയാൾ പറയാൻ ആദ്യം നമുക്ക് ഖുത്ബയാക്കി ജുമാ പോലെ, പിന്നെ ജുമാ പോലെ നിസ്കാരാക്കാൻ നമ്മൾ പറയാൻ പറ്റൂല. ജുമാ പോലെ ആക്കിയാൽ എന്താണ് ആദ്യം ഖുത്ബയാക്കിയാൽ? അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, നബി എന്താണോ പറഞ്ഞത് ഇവിടെ ചൊല്ലണം, അവിടെ ചൊല്ലണം. ഇവിടെ ചൊല്ലാൻ പാടില്ല, അവിടെ ചൊല്ലാൻ പാടില്ല. അതിൽ നമ്മുടെ ബുദ്ധിക്ക് യാതൊരു സ്ഥാനമല്ല, ഒരു സ്ഥാനമല്ല. ബിസ്മി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ മെല്ലെ ചൊല്ലുന്നു. എന്തേ? നമുക്ക് മടുത്തിട്ട അല്ല. നബി പറഞ്ഞു മെല്ലെ ചൊല്ലണം. അല്ലാഹു അക്ബർ ഉറക്കെ ചൊല്ലണം. ദുഹറിന് നിങ്ങൾ മെല്ലെ ചൊല്ലണം. മഗ്രിബിന് നിങ്ങൾ ഉറക്കെ ചൊല്ലണം. ജുമുഅക്ക് നിങ്ങൾ ആദ്യം ഖുത്ബ നടത്തണം. പെരുന്നാളിന് നിങ്ങൾ ആദ്യം നിസ്കാരം നടത്തണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഹിയായി ഇറങ്ങിയതാണ് മതം. അത് അതുപോലെ പിൻപറ്റുമ്പോഴാണ് ദീനാവുക. ആ മതത്തിൽ മുഹറമുണ്ട്, ദുൽഹിജ്ജയുണ്ട്, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പുണ്ട്. ഇസ്ലാമികമായ സുന്നത്തായ ഇവിടെ ഒരു കാര്യമുണ്ട്. അതിൽ പ്രവാചകന്റെ ജന്മദിനം പറഞ്ഞിട്ടില്ലെങ്കിൽ അന്നൊരു പ്രത്യേക ദത്തുമുട്ടോ ആരാധനയോ അന്ന് പ്രത്യേകമായി കൂടലോ അതിന്റെ പേരിലുള്ള ഭക്ഷണമോ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അത് ഇസ്ലാമികമായി നന്മയല്ല, തെറ്റാണ്, ബിദ്അത്താണ്. രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ നടത്തുന്നില്ല. ഇനി അതാണ് വരിക, നമുക്ക് ഇതിന്റെ ഭക്ഷണം കഴിച്ചൂടെ? ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ, ബിരിയാണി നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ മൗലവി, പായസം നമ്മളോടൊന്നും ചെയ്തിട്ടില്ലല്ലോ മൗലവി, അത് മദ്രസയിൽ കൊണ്ടുവന്നതാണ്, പേരക്കുട്ടി കൊണ്ടുവന്നതാണ്, അതിപ്പോ കുടിക്കലിന് കുഴപ്പമില്ലല്ലോ, ബസുമതിന്റെ അരി വെച്ചുണ്ടാക്കിയതല്ലേ, അതിനോട് നമുക്ക് ശത്രുതല്ല, ബിസ്മിൻ ചൊല്ലി തിന്നാ പോലെ. പ്രവാചകന്റെ വാക്കിട്ടോ, മൻ വഖറ സ്വാഹിബുൽ ബിദ്അ, ഒരു കാര്യം ഇസ്ലാമികമായി അള്ളയും റസൂലും പറയാത്തതാണ്, ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനോട് മാനസികമായിട്ടോ ഞാൻ ആ വകുപ്പിൽ ക്ലബ്ബപ്പെട്ടതാണ് അതുകൊണ്ട് എനിക്ക് കൂടണം എന്ന് മാനസികമായിട്ടോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ സഹകരിച്ചിട്ടോ നിങ്ങൾ അതിനോട് താതാത്മ്യപ്പെട്ടാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, അയാളുടെ കുറ്റമല്ല എഴുതുക, ഇസ്ലാമിനെ തകർക്കുവാൻ കൂടെ നിന്ന തോന്നിവാസികളുടെ ശിക്ഷയായിട്ടാണ് പടച്ചോൻ എഴുതുക. കാരണം അള്ളി റസൂലും പറയാത്തൊരു കാര്യം മാത്രം കൊണ്ടുവന്നിട്ട് അത് ബിരിയാണി അല്ലേ, വെള്ളല്ലേ, മദ്രസീന് കിട്ടിയല്ലേ, എന്താ ഒരു മുട്ടായി എന്നാൽ എന്ന് ചോദിക്കുന്ന ലിബറൽ കാഴ്ചപ്പാടുണ്ടല്ലോ, ആ കാഴ്ചപ്പാട് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം ഇസ്ലാമിൽ കൊണ്ടുവന്നിട്ട് അത് ആഘോഷിച്ചിട്ട് അതിൽ അള്ളാഹുവിനെയും പ്രവാചകനെയും കളിയാക്കുന്നതിന്റെ കുറ്റാണ്. അള്ളാഹു എഴുതി വെക്കുക. സഹോദരങ്ങളെ, പരലോകത്ത് വെച്ച് നടക്കുന്ന ഒരു സംഭവം കൂടി മനസ്സിലേക്ക് വരണം. കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറഞ്ഞു, ഹൗദുൽ കൗസർ വെള്ളം കൊടുക്കാൻ അള്ളാഹു നിശ്ചയിച്ചത് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്റെ അടുക്കലേക്ക് നമ്മൾ കൂട്ടം കൂട്ടമായി പ്രവാചകന്റെ അടുക്കലേക്ക് കൂട്ടമായി വരികയാണ്. നബിനെ കണ്ട് ഹൗദുൽ കൗസർ വെള്ളം വാങ്ങാൻ. ആ സമയത്ത് അള്ളാഹു
ഒരു വിഭാഗം ആളുകളെ പ്രവാചകനിൽ നിന്ന് ആട്ടിയകറ്റും. പ്രവാചകൻ അവർക്ക് വേണ്ടി ഹൗദുൽ കൗസറിലെ വെള്ളം തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അള്ളാഹു ആട്ടിയകറ്റും. എങ്ങനെ പറഞ്ഞ ഹദീസിൽ അറിയോ? സുഹക്കൻ ഇറങ്ങിപ്പോടാ ഇവിടുന്ന്, പ്രവാചകനെ കാണാൻ നിനക്ക് യോഗ്യതയില്ല, ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ നിനക്ക് യോഗ്യതയില്ല, സ്വർഗത്തിന് നിനക്ക് യോഗ്യതയില്ല എന്ന് അള്ളാഹു പറയാണ്. സഹാബ പ്രവാചകൻ അള്ളാഹുവിലേക്ക്, അള്ളാഹുവേ അവർ എന്റെ സമുദായമല്ലേ, അവർ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞവരല്ലേ, എന്റെ പേര് കേട്ടപ്പോൾ സ്വലാത്ത് ചൊല്ലിയവരല്ലേ, എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞവരല്ലേ. അള്ളാഹുവിന്റെ വാക്കെന്തറിയോ? സുഹക്കൻ ലിമൻ ബദ്ദല ബഅദി. മുഹമ്മദ് നബി, അവർ നിങ്ങളുടെ മരണശേഷം ഈ ദീനിൽ നിങ്ങൾക്കോ ഞാൻ പഠിപ്പിക്കാത്തതോ ആയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സ്നേഹത്തിന്റെയും പുണ്യത്തിന്റെയും പേരിൽ ഉണ്ടാക്കിയവരാണ്. അതുകൊണ്ട് അവർക്ക് ഹൗദുൽ കൗസറിലെ വെള്ളമില്ല. എന്തേ കാരണം മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ. ഒരാൾ മതത്തിൽ പുതിയതായ ആഘോഷം, ഒരു ആചാരം, ഒരു ഭക്ഷണം കൊണ്ടുവന്നു. യറാഹ ഹസന, അവൻ മനസ്സിൽ കരുതിയത് നന്മയല്ലേ, പുണ്യമല്ലേ, തെറ്റില്ലല്ലോ, ഹറാമ് പറയല്ലല്ലോ, വേറെ തോന്നിയാസം പറയല്ലല്ലോ, കീർത്തനങ്ങളല്ലേ, സ്വലാത്തല്ലേ, അന്നദാനമല്ലേ എന്നയാൾ വിചാരിച്ചിട്ടാണ് അല്ലാഹുവും റസൂലും പറയാത്തൊരു കാര്യം ദുനിയാവിലെ മതത്തിലേക്ക് അയാൾ കൊണ്ടുവന്നതെങ്കിൽ ഫഖദ് സഇമ, യഥാർത്ഥത്തിൽ അവൻ വാദിക്കുന്നത് അന്ന മുഹമ്മദൻ ഖാന റിസാലത്തുഹു, പ്രവാചകൻ തന്റെ റിസാലത്തിൽ, പ്രവാചക ദൗത്യ നിർവഹണത്തിൽ വഞ്ചന കാണിച്ച് മരിച്ചുപോയ നബിയാണ് മുഹമ്മദ് നബി. വഞ്ചകനാണ്. കാരണം സ്വർഗത്തിലേക്ക് അടുക്കാൻ ഇങ്ങനെ ഒരു പുണ്യമുണ്ടായിട്ടും പഠിപ്പിക്കാതെയാണ് നബി മരിച്ചുപോയത്. നബി വഞ്ചകനാണ് എന്ന് വാദിച്ചതിന് സമാനമാണ്. അതുകൊണ്ട് ഹൗദുൽ കൗസറിലെ വെള്ളം അയാൾക്കില്ല. നബിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു കാര്യം നമ്മൾ അതിന്റെ കൂടെ കൂടുകയോ ഭാരവാഹിയാവുകയോ അതിന്റെ ഭക്ഷണം കഴിക്കുകയോ അതിനോട് മൃദു സമീപനം ഉണ്ടാവുകയോ ചെയ്താൽ, സഹോദരങ്ങളെ, ഇസ്ലാമിനെ തകർത്ത കുറ്റമാണ്. പ്രവാചകൻ വഞ്ചകനാണ് എന്ന് പറഞ്ഞ കുറ്റമാണ്. ഹൗദുൽ കൗസറിലെ വെള്ളം തടയപ്പെടുന്ന, നരകത്തിലേക്ക് എത്തുന്ന കുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. നരകത്തിലേക്ക് എത്തുന്ന കുറ്റമാണ് നമ്മൾക്കുണ്ടാവുക. കുടുംബത്തെ ബോധ്യപ്പെടുത്തുക, മക്കളോട് പറയുക, പേരക്കുട്ടികളെ പഠിപ്പിക്കുക, ദീനിൽ തന്നെ ഉറച്ചു നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൻ നരകത്തിൽ നിന്നും, കഠിനമായ ശിക്ഷയിൽ നിന്നും, അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, അമ്പിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, മുഹമ്മദ് നബിയെ ജീവിതത്തിൽ സ്വന്തത്തെക്കാളും മാതാപിതാക്കളെക്കാളും അപ്പുറം സ്നേഹിക്കുകയും അതേ പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിച്ച് സ്വർഗീയാനുഭൂതികൾ നുകരാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ഒരുപാട് തെറ്റുകൾ വന്നിട്ടുണ്ട് നാഥ. റഹ്മാനായ നാഥ നീ ഞങ്ങൾക്കതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഗുരുനാഥന്മാർ, ഞങ്ങളെ പ്രതിസന്ധി സമയത്തിൽ സഹായിച്ചവർ എല്ലാവർക്കും നാഥ നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, ഞങ്ങളുടെ കച്ചവടത്തിൽ, ഞങ്ങളുടെ വരുമാനങ്ങളിൽ നീ ബർക്കത്തും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങൾക്ക് വേണ്ടി വിദേശ നാടുകളിൽ പോലും കഷ്ടത അനുഭവിക്കുന്ന, അധ്വാനിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ അവിടെ ജീവിതത്തിലെ സമാധാനവും ഞങ്ങളോടുകൂടി സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا